ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കിളിക്കൂട്ടിൽ എല്ലാവരും നിശ്ചയത്തിന് പോകാനായി ഒരുങ്ങുകയാണ്. നീതുവും നിശ്ചയത്തിന് പോകാനായി അവിടേക്ക് വരുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ഹരീഷ്. എല്ലാവരോടും ഹായ് പറഞ്ഞ് നിധിയുടെ അരികിലേക്ക് വന്ന നീതു പറയുന്നു, ചേച്ചി സാരി സൂപ്പർ ആയിട്ടുണ്ട്. പുഞ്ചിരിച്ച് നീതു താങ്ക് യു പറയുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ? ഞാൻ നിശ്ചയത്തിന് വരാൻ പാടില്ല എന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? അവള് വരുന്നെങ്കിൽ വരട്ടെ എന്ന് നിധി പറയുമ്പോൾ ഹരീഷ് പറയണ, ഇവളെ ആരാ വിളിച്ചത്? ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അപ്പൊ നിധി പറയണ, ഫാമിലി ഫ്രണ്ട് ആണെന്ന് പറയാം. അപ്പൊ ഹരീഷ് പറയുന്നു, അതൊന്നും വേണ്ട നീതു, നീ വരണ്ട, വീട്ടിലേക്ക് പോ. അപ്പൊ നീതു ചോദിക്കണ, ഞാൻ വന്നാലെന്താ? ഞാൻ വരും. പറയുന്നത് കേക്ക് വരണ്ടെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയണ, നിധി ഇവര് വഴക്കിന് റെഡിയാകുകയാണ്, വാ നമുക്ക് പോകാം. തുടർന്ന് അവിടേക്ക് വന്ന് സുഭാഷ് ചോദിക്കുന്നു, മോളെ നീതു സുഖമായിട്ടിരിക്കുന്നു? പുഞ്ചിരിച്ച് നീതു പറയണ, സുഖമായിട്ടിരിക്കുന്നു സുഭാഷ് ഇട്ടാ. അപ്പൊ സുഭാഷ് പറയണ, സുധീഷേ അവിനാശം വരട്ടെ എന്ന് ചോദിച്ചു, ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആളുകളിപ്പം ഒരുപാട് പേരായോ? ഇപ്പൊ വണ്ടി എവിടെ പോയി അന്വേഷിക്കും? അപ്പൊ സുധീഷ് പറയണ, ഈ സുധീഷ് ഇല്ലേ ഇവിടെ? വണ്ടിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. സുഭാഷ് പറയുന്നു, സമയം പോകുന്നുണ്ടാ, പോയി റെഡിയാകും. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും ഫോണിൽ സംസാരിച്ചുകൊണ്ട് സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. നികേഷും സുധീഷും റെഡിയാകാനായി അകത്തേക്ക് പോകുമ്പോൾ ഹരീഷിന്റെ അരികിലേക്ക് ഇരുന്ന് നീതു ചോദിക്കുന്നു, നിനക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? നീ എന്നെ സെൽഫിഷ് എന്ന് വിളിച്ചപ്പോൾ എനിക്ക് വിഷമമായില്ലേ? അപ്പൊ ഹരീഷ് പറയണ, നീ എപ്പോഴും ഓരോന്ന് പറഞ്ഞ എന്നോട് വഴക്കടിക്കുകയല്ലേ? അപ്പൊ നീതു പറയുന്നു, അതൊക്കെ വീട് ഹരീഷ്, ഞാൻ ആഗ്രഹിച്ച് നിശ്ചയത്തിന് പോകാൻ വന്നത്, എന്നെ കൂടി കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഹരീഷ് പറയണ, പോയിട്ട് വരാൻ സമയം എടുക്കും നീതു, നിന്റെ വീട്ടിൽ നിന്നെ അന്വേഷിക്കില്ല, അതുകൊണ്ടാ പറയുന്നേ. അപ്പൊ നീതു പറയണ, അതൊക്കെ നമുക്ക് നോക്കാം. ഹരീഷിന്റെ ചേട്ടന്റെ നിശ്ചയത്തിന് പോവുകയാണെന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നേ. ഇത് കിട്ടിച്ചിട്ട് ഹരീഷ് ചോദിക്കുന്നു, നീതു എന്താ ഇത്? ഇതൊക്കെ നീ എന്തിനാ വീട്ടിൽ പറഞ്ഞേ? അവർക്ക് ദേഷ്യം വരുമെന്ന് നിനക്കറിയില്ലേ? ഇതും പറഞ്ഞ് വീട്ടിൽ എന്നും വഴക്കുണ്ടാകണം അല്ലേ? നീതു പറയുന്നു, നിനക്ക് എന്റെ വീടിനെ പറ്റി അറിയാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചോണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ അന്ന് സൈലന്റ് ആയിട്ട് കൂട്ടിക്കൊണ്ടുപോയി ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്താൻ നോക്കിയില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതൊക്കെ വിട്, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് ഹരീഷ് പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നീതു ചോദിക്കണം, എങ്ങനെയുണ്ട് നോക്ക്, നന്നായിട്ടില്ലേ? ഈ കളർ എനിക്ക് ചേരുന്നില്ലേ? നന്നായിട്ടുണ്ടെന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കണ, സാരി ചുറ്റണമായിരുന്നു. അപ്പൊ ഹരീഷ് പറയണ, നിനക്കാണോ നിശ്ചയം നടക്കാൻ പോകുന്നത്? സുഭാഷ് ഏട്ടന്റെ നിശ്ചയല്ലേ, അടുത്തത് നമ്മുടേതല്ലേ എന്ന് നീതു പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ, അതുകൊണ്ട് ഇപ്പോഴേ സാരി ചുറ്റി നിൽക്കണോ? നീതു പറയണ, ഞാൻ സാരി ചുറ്റി നീ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് സാരി നന്നായി ചേരും. ഹരീഷ് പറയണ, അതൊക്കെ എനിക്കറിയാം, കോളേജിൽ പ്രോഗ്രാമിന് വേണ്ടി സാരി എടുത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കാണാൻ വേണ്ടി കടയുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ടല്ലോ. നീതു പറയണ, അപ്പൊ എന്നെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്കൊന്ന് സുധീഷ് പറയണ, വഴക്ക് കഴിഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന ജോഡി നിങ്ങൾ മാത്രമാ. മിസ് നീതു, ഹരീഷ് ഡ്രസ്സ് മാറ്റുന്നത് വരെ കുറച്ചേരം ഇവിടെ ഇരിക്കോ? തുടർന്ന് ഒരു ട്രാവലർ അവിടേക്ക് വരികയാണ്. നിശ്ചയത്തിന് പോകാനായി ഒരുങ്ങിയിരിക്കുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്തിനാ ഇത്രയും വലിയ വണ്ടിയൊക്കെ? അപ്പം സുധീഷ് പറയണ, നമ്മൾ ഇത്രയും പേര് പോകുന്നില്ലേ, അപ്പൊ വലിയ വണ്ടി വേണ്ടേ? അവിനാശും അവിടേക്ക് വരികയാണ്. സന്തോഷത്തോടു കൂടി അരികിലേക്ക് വന്ന് അവിനാശിനെ സ്വീകരിക്കുകയാണ് സുഭാഷ്. ചാന്ദിനിക്ക് സുഖമാണോ എന്നൊക്കെ ഭാസ്കരൻ അവിനാശിനോട് ചോദിക്കുകയാണ്. തുടർന്ന് എല്ലാവരും തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. സുഭാഷ് ഭാസ്കരന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു. ശേഷം ഗംഗാധരനും ലളിതയും സുനന്ദയും അവിടേക്ക് വരികയും ഭാസ്കരൻ ദേഷ്യത്തോടുകൂടി നിൽക്കുകയുമാണ്. സുഭാഷിന്റെയും നിധിയുടെയും വാക്കുകൾ കേട്ട് ഭാസ്കരൻ ഒന്നും മിണ്ടാതെ വണ്ടിയിലേക്ക് കയറുകയും എല്ലാവരും ജയന്തിയുടെ വീട്ടിലേക്ക് വിവാഹ നിശ്ചയത്തിനായി പോവുകയുമാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഭാസ്കരൻ ചോദിക്കുന്നു, എടാ ഇതാണോ വീട്? ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണല്ലോ. ഇതാ വീടെന്ന് സുധീഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയണ, വിവാഹ നിശ്ചയത്തിന് നമ്മൾ വരുമെന്ന് അവർക്കറിയാലോ, വീട് പൂട്ടി അകത്തിരിക്കോ? പുറത്തേക്ക് ഇറങ്ങി വന്ന് ചെറുക്കൻ വീട്ടുകാരെ സ്വീകരിക്കത്തില്ലേ? ഹരീഷ് പറയണ, ഇന്നലെ വീട് എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ ഉണ്ടല്ലോ, നിശ്ചയത്തിന്റെ ഒരുക്കം ഇവിടെ കാണുന്നില്ല. ഗംഗാധരൻ പറയുന്നു, എന്താ ഇത്? പെണ്ണിന്റെ വീട്ടുകാരോട് നമ്മളെ വന്ന് സ്വീകരിക്കാൻ പറ. ലളിത പറയുന്നു, പെണ്ണ് വീട്ടുകാർ വന്ന് വിളിക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും, വാ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഗംഗാധരൻ പറയുകയാണ്, എല്ലാം എന്റെ വിധി, എല്ലാം ഈ സുനന്ദ കാരണോ? അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന ലളിത പറയുകയാണ്, ചെറുക്കൻ വീട്ടുകാര് പുറത്ത് വന്ന് നിൽക്കുമ്പോൾ വാന്നും പറഞ്ഞ് അവരെ സ്വീകരിച്ചുകൊണ്ട് പോകാത്ത പെണ്ണിന്റെ വീടിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. സുധീഷ് പറയുന്നു, ഇതാ വീട്, വാ നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞ് സുഭാഷ് എല്ലാവരെയും കൂട്ടി വാതിലിന്റെ അരികിലേക്ക് വന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. വാതിൽ തുറക്കുകയാണ് ജയന്തിയുടെ അച്ഛനും അമ്മയും. സുഭാഷ് നമസ്കാരം പറയുമ്പോൾ അവരും നമസ്കാരം പറയുന്നു. സുധീഷ് പറയണ, ഞങ്ങള് നിശ്ചയത്തിന് വന്നതാ, വലിയച്ഛനും അമ്മായി എല്ലാവരും വന്നിട്ടുണ്ട്. ചേട്ടാ ഇതൊക്കെ ഇവരോട് പറയണമെന്ന് ലളിത പതിയെ ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയണ, ഈ നാണക്കേടിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു, എല്ലാം നിന്റെ മോള് കാരണോ? ജയന്തിയുടെ അച്ഛനും അമ്മയും എല്ലാവരെയും കൂട്ടി അകത്തേക്ക് കയറുകയാണ്. ഗംഗാധരൻ ചോദിക്കുന്നു, എന്താ ഇവിടെ നടക്കുന്നത്? ഒരു വിവാഹ നിശ്ചയം നടക്കുന്ന വീട് പോലെ തോന്നുന്നില്ലല്ലോ. ചെറുക്കൻ വീട്ടുകാർ വന്ന് പുറത്തേക്കുമ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ വന്ന് സ്വീകരിക്കണ്ടേ? സുഭാഷ് എന്താടാ ഇതൊക്കെ? ജയന്തിയുടെ അച്ഛൻ പറയുന്നു, നമുക്ക് എന്താണെങ്കിലും സംസാരിക്കാം, ഇരിക്കെ, എല്ലാവരും ഇരിക്കെ. ഇത് കേട്ട് എല്ലാവരും അവിടേക്ക് ഇരിക്കുമ്പോൾ ജയന്തിയും ചെറിയമ്മയും അവിടേക്ക് വരികയാണ്. സാധാരണ വേഷത്തിൽ നിൽക്കുന്ന ജയന്തിയെ കണ്ട് ഗംഗാധരൻ ചോദിക്കുന്നു, എന്താ ഇത്? ഭാസ്കരൻ ചോദിക്കാണ്, സുഭാഷ് എന്താടാ ഇവിടെ നടക്കുന്നത്? ഇന്ന് നിശ്ചയം നടക്കുകയില്ലയോ? പെണ്ണ് സാധാരണ വേഷത്തിൽ വന്ന് നിൽക്കുന്നു. പെണ്ണിന്റെ അച്ഛൻ ആരോ വന്നതുപോലെ നോക്കിയിരിക്കുന്നു. എന്താടാ ഇതെല്ലാം? ജയന്തിയുടെ അച്ഛൻ ചോദിക്കുന്നു, ബ്രോക്കർ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? നിശ്ചയം വേണ്ട
വേണ്ടെന്ന് ബ്രോക്കറിനോട് പറഞ്ഞു വിട്ടായിരുന്നല്ലോ. ഇത് കേട്ട് ഞെട്ടി എല്ലാവരും ജയന്തിയുടെ അച്ഛനെ നോക്കുകയാണ്. ഇത് കേട്ട് ലളിത ചോദിക്കണം, ഓ ഇങ്ങനെ നടന്നു? അപ്പൊ ഗംഗാധരൻ ചോദിക്കാണ്, ശരി എന്താ നിശ്ചയം വേണ്ടെന്ന് പറഞ്ഞേ? അപ്പൊ ഭാസ്കരൻ പറയണ, നിങ്ങൾ നിശ്ചയം വേണ്ടെന്ന് തീരുമാനിച്ചെങ്കിൽ അത് പറയാനൊരു രീതിയില്ലേ? ബ്രോക്കറോട് പറഞ്ഞു വിടുകയാണോ വേണ്ടത്? നേരിട്ട് വന്ന് പറയണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ? അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, എന്റെ മോൻ എന്തിന്റെ കുറവുണ്ടായിട്ടാ നിശ്ചയം വേണ്ടെന്ന് പറഞ്ഞത്? അപ്പൊ ജയന്തി പറയണ, പ്ലീസ് തെറ്റിദ്ധരിക്കല്ല, ബ്രോക്കർ പറഞ്ഞു കാണുമെന്ന് വിചാരിച്ചു, ഞങ്ങളുടെ ഭാഗത്താ തെറ്റ്. ജയന്തിയുടെ അച്ഛൻ പറയുന്നു, ഞാൻ പറയാം, ഞങ്ങൾ നേരത്തെ ബ്രോക്കറോട് പറഞ്ഞായിരുന്നു ജയന്തിക്ക് ഡിവോഴ്സ് ഉടനെ കിട്ടുമെന്നാ വിചാരിച്ചിരുന്നേ. ഇത് കേട്ട് ഞെട്ടി ഗംഗാധരനും ലളിതയും ചോദിക്കുന്നു, ഡിവോഴ്സോ? ആർക്കാ ഡിവോഴ്സ്? അപ്പൊ ഭാസ്കരൻ പറയണ, ഈ നിൽക്കുന്ന പെണ്ണ്. ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുനന്ദയും ഗംഗാധരനും ലളിതയും. ചെറിയമ്മ പറയുന്നു, ജയന്തിയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും വന്ന് സംസാരിച്ചിരുന്നു, നിശ്ചയം നടക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടാ അവര് വന്നത്, ഡിവോഴ്സ് ഒന്നും വേണ്ട, ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ അവര് പറഞ്ഞപ്പോൾ ജയന്തി ഭർത്താവിന്റെ ഒപ്പം പോയി ജീവിക്കാൻ തീരുമാനിച്ചു. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ ജയന്തിയെ നോക്കുകയാണ് സുഭാഷ്. സുധീഷ് ചോദിക്കുന്നു, ഇത്രയും വലിയൊരു കാര്യം ബ്രോക്കറോടാണോ പറഞ്ഞു വിടുന്നത്? നേരിൽ വന്ന് പറഞ്ഞുവിടെ നിങ്ങൾക്ക്? അപ്പൊ നിധി പറയണ, അതൊക്കെ തീരുമാനിച്ചിട്ട് വേണ്ടായിരുന്നോ നിങ്ങൾ ഈ വിവാഹം തീരുമാനിക്കാൻ? വീട്ടിലേക്ക് വന്ന ദിവസം തന്നെ നിശ്ചയത്തിന്റെ ദിവസമൊക്കെ കുറിച്ചിട്ട് പോയി, എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്യണമെന്ന് പോലും നിങ്ങൾക്ക് തോന്നിയില്ലേ? ബ്രോക്കറെ വിളിച്ചാണോ പറയേണ്ടത്? മറ്റു കാര്യങ്ങളൊക്കെ നേരിൽ വന്ന് സംസാരിക്കാൻ അറിയായിരുന്നല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബ്രോക്കറോടാണോ പറയുന്നത്? ജയന്തിയുടെ അച്ഛൻ പറയുന്നു, ഞങ്ങള് ശരിക്കും ബ്രോക്കർ പറഞ്ഞാണോ എന്നാ വിചാരിച്ചത്. ഹരീഷ് ചോദിക്കുന്നു, എന്താ ഇത്, നിങ്ങളെന്താ നാടകം കളിക്കുകയാണോ? ഇവർക്ക് ഒരുമിച്ച് ജീവിക്കണമായിരുന്നെങ്കിൽ അത് നേരത്തെ ചെയ്യണ്ടായിരുന്നു. ഞങ്ങളുടെ സുഭാഷേട്ടനെ കാണിച്ച് ആ കുടുംബത്തെ പേടിപ്പിച്ച് ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പ്ലാൻ ചെയ്തതാണോ? ഞങ്ങളുടെ സുഭാഷേട്ടനെ തനിച്ച് മീറ്റ് ചെയ്ത് സംസാരിച്ചല്ലേ നിങ്ങള്? അപ്പൊ സുഭാഷേട്ടന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഇങ്ങനെ ഒരു കാര്യം നടന്നു, നിശ്ചയം വേണ്ടെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു? അപ്പൊ ജയന്തി പറയുന്നു, ക്ഷമിക്കണം, ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ ആ ജീവിതം വേണ്ടെന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷെ എല്ലാവരും കൂടി സംസാരിച്ച ഒരു തീരുമാനം എടുത്തതാ, ഇവരുടെ എല്ലാവരെയും തീരുമാനം അംഗീകരിക്കേണ്ട അവസ്ഥയിലായി പോയി ഞാൻ. ഇതിന്റെ ഇടയിൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാൻ മറന്നുപോയി, ക്ഷമിക്കണം. അങ്ങനെ ജയന്തി എല്ലാവരുടെയും മുന്നിൽ കൈകൂപ്പുമ്പോൾ എല്ലാവരും വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ്. ദേഷ്യത്തോടുകൂടി ലളിത നമുക്ക് പോകാന്ന് പറഞ്ഞ് ഗംഗാധരൻ അവിടെ നിന്ന് എഴുന്നേക്കുമ്പോൾ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് സുനന്ദയുടെ കൈയും പിടിച്ച് ഗംഗാധരന്റെ പിന്നാലെ പോവുകയാണ് ലളിത. ലളിത പറയുന്നു, എല്ലാം നീ കാരണ, വീട്ടിലേക്ക് വാ. പുറത്തേക്ക് ഇറങ്ങിയ ഗംഗാധരൻ പറയണ, എന്താ ലളിത ഇത്, ഡിവോഴ്സ് ആയ പെണ്ണാണെന്ന് പറയുന്നു, ഭർത്താവും വീട്ടുകാരുമായി സംസാരിച്ച് ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണെന്ന്, ഇതുകൊണ്ട് ഇവരുടെ ഒപ്പം വരണ്ടെന്ന് തീരുമാനിച്ചത്. നീ എന്നെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാറുണ്ടോ? ഇവരെ മോശപ്പെട്ട കുടുംബം, ഇവരെക്കാട്ടിലും മോശപ്പെട്ട കുടുംബത്തിൽ വന്ന പെണ്ണ് ആലോചിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ നാണക്കേട് തോന്നുന്നു, ഞാൻ വണ്ടിയിലിരിക്കാം. അങ്ങനെ ഗംഗാധരൻ വണ്ടിയിലേക്ക് കയറുമ്പോൾ ലളിത ചോദിക്കുന്നു, കേട്ടില്ലേടി, ഈ അപമാനമൊക്കെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു? അപ്പൊ സുനന്ദ പറയണ, അമ്മേ നമ്മളെ കുറിച്ച് മാത്രമല്ലേ ഇപ്പൊ ചിന്തിക്കുന്നത്, അവരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്, അവർക്കും ഇത് ഷോക്കായില്ലേ? പാവമല്ലേ അവര്, വെറുതെ എന്തിനാ അവരെ വഴക്ക് പറയുന്നേ? സുഭാഷ് ചേട്ടന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ലളിത പറയണ, ഒരു മാനസികാവസ്ഥ, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആ പെണ്ണിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും 4 പേരോട് അന്വേഷിക്കണം. ഇവരെ വിശ്വസിച്ച വണ്ടി കയറിയ നമുക്ക് ഇതൊക്കെ ആവശ്യമാണ്. എന്തായാലും അശ്വൻ നമ്മുടെ കൂടെ വന്നില്ല, ഈ നാണക്കേട് അവൻ കണ്ടിരുന്നെങ്കിൽ നമ്മളെ കൂടി തെറ്റിദ്ധരിച്ചേനെ. വാടി ഇങ്ങോട്ട് പറഞ്ഞ് സുനന്ദയും കൂട്ടി വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ് ലളിത. തുടർന്ന് കൈകൂപ്പി ജയന്തി പറയുന്നു, ക്ഷമിക്കണം പ്ലീസ്. ഭാസ്കരൻ പറയണം, ഒന്ന് നിർത്തുന്നുണ്ടോ? ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് കൈ തൊഴുത് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാകൂ. ഞാൻ അപ്പോഴേ വിചാരിച്ചതാ ചെറുക്കന്റെ വീട് കാണാൻ പെണ്ണും കൂടി വന്നപ്പോഴേ ഇത് നാശമായിട്ടേ തീരത്തുള്ളെന്ന്. പക്ഷെ ഇത്ര മോശമായിട്ട് പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും വലിയൊരു കാര്യം നേരിൽ വന്ന് പറയാനുള്ള തന്റെ ഇടയില്ലാത്ത കുടുംബമാണോ ഇത്? എടാ സുഭാഷ്, ഞാൻ പറഞ്ഞതല്ല ഇത് ശരിയാകില്ലെന്ന്, നീ അത് കേട്ടോ? കണ്ടില്ലേ, ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുന്നേ. അവിടെ ഒന്ന് എഴുന്നേറ്റ് ജയന്തിയുടെ അച്ഛൻ പറയുന്നു, പ്ലീസ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ ദയവ് ചെയ്ത് നിങ്ങൾ പോണം. ദേഷ്യത്തോടുകൂടി ഭാസ്കരൻ ചോദിക്കുന്നു, പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അടിക്കോ? എങ്കിൽ അടിക്കടോ എന്ന് പറഞ്ഞ് ഭാസ്കരൻ അയാളുടെ നേരെ ചെല്ലുമ്പോൾ അച്ഛ വേണ്ടെന്ന് പറഞ്ഞ് ഭാസ്കരനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് സുഭാഷ്. ജയന്തിയുടെ അച്ഛൻ ഭയത്തോടുകൂടി നിൽക്കുമ്പോൾ ഭാസ്കരൻ പറയാണ്, നിൽക്കുന്നത് കണ്ടില്ലേ, എല്ലാവരും ഒരുങ്ങിക്കിട്ടി ഇതിനാണോ വന്നത്? നിങ്ങളുടെ മകളുടെ കഥ കേൾക്കാൻ. അച്ഛ നമുക്ക് പോകാമെന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയാണ്, പോകാൻ തന്നെയാടാ പോകുന്നത്, ഇനി ഇവിടെ നിന്ന് സദ്യ ഉണ്ടണോ? നമുക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലേ? അങ്ങനെ ഭാസ്കരൻ സുഭാഷിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ദേഷ്യത്തോടുകൂടി ജയന്തിയെയും വീട്ടുകാരെയും ഒന്ന് നോക്കിയിട്ട് പിന്നാലെ പോവുകയാണ് സുധീഷും ഹരീഷും നികേഷും നിധിയും നീതുവുമെല്ലാം. തുടർന്ന് വണ്ടിയിൽ വരുമ്പോൾ വിഷമത്തോടുകൂടി ഇരിക്കുന്ന സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ് എല്ലാവരും. സുഭാഷ് ഇട്ടാ വിഷമിക്കാതെ എന്ന് നികേഷ് പറയുമ്പോൾ ഗംഗാധരൻ പറയണ, ഈ നാട്ടിലെങ്ങും പെണ്ണ് കിട്ടാത്തതുപോലെയല്ലേ ഒരു 2ാം കെട്ടുകാരിയെ വന്ന് ആലോചിച്ചത്, വണ്ടി പിടിച്ചോണ്ട് വന്ന നാണം കെട്ടതാണ് മിച്ചം. നിങ്ങൾക്കൊക്കെ ഇത് സാധാരണമായിരിക്കും, ഞങ്ങൾക്ക് ഇത് അപമാനമോ? ലളിത ചോദിക്കുന്നു, സുഭാഷ് 2ാമത് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കെട്ടേണ്ട അവസ്ഥയുണ്ടായോ നിനക്ക്? നിന്റെ ജീവിതത്തിൽ ഇനിയും കല്യാണം നടക്കില്ലെന്ന് നീ തീരുമാനിച്ചു. ഇതിട്ട് ഭാസ്കരൻ പറയണ, ഇത്രയ്ക്കൊക്കെ സംസാരിക്കുന്നവര് പെണ്ണിനെ കൊടുക്കണ്ടേ? നിന്റെ മകളെ അവന് കൊടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നോ? ഇതിട്ട് സുഭാഷ് അച്ഛാന്ന് വിളിക്കുമ്പോൾ ലളിത പറയണ, നിങ്ങളിപ്പം അതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട, എന്റെ മോള് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക, എന്തിനാ അവളെ ഇങ്ങോട്ട് വലിച്ചിഴക്കുന്നത്? ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിക്കാനുള്ള കഴിവില്ല
കാര്യമില്ല. ഒരു മോശപ്പെട്ട കുടുംബത്തിൽ പോയി പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ഭാസ്കരൻ പറയാണ്, കേട്ടില്ലേ, ഈ അപമാനമൊക്കെ നിനക്ക് ആവശ്യമാണോ? അവനൊരു പെണ്ണ് കണ്ടുപിടിച്ചിരിക്കുന്നു, നല്ല പെണ്ണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ കല്യാണം നമുക്ക് ശരിയാകില്ലെന്ന്. ഇപ്പൊ കണ്ടില്ലേ ഓരോരുത്തന്മാരെ ഉപദേശിക്കാൻ വരുന്നത്. നീ എന്നെയാണോടെ പറഞ്ഞെന്ന് ചോദിച്ച ഗംഗാധരൻ ദേഷ്യത്തോടു കൂടി ഭാസ്കരന്റെ നേരെ വരുമ്പോൾ ലളിത പറയണ, ചേട്ടാ അവിടെ ഇരിക്ക്, എല്ലാം ഇവള് കാരണോ? ഇവിടെ വാക്ക് കേട്ട് വണ്ടി കയറി നമ്മളെ പറഞ്ഞാൽ മതി. ഡ്രൈവറെ വണ്ടി നിർത്ത്, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങിക്കോളാം. വണ്ടി നിർത്തുന്ന ഗംഗാധരൻ പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഇറക്കി വിടടാ ഇവനെ. അപ്പൊ സുഭാഷ് പറയണ, അമ്മായി വലിച്ച നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാം. അപ്പൊ ലളിത പറയണ, സുഭാഷെ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും ഈ വണ്ടി വരാൻ പറ്റില്ല, ഇപ്പൊ തന്നെ വണ്ടി നിർത്താൻ പറ. ഇത് കേട്ട് സുധീഷ് പറയണ, ഡ്രൈവർ വണ്ടി നിർത്ത്. ഇത് കേട്ട് ഡ്രൈവർ വണ്ടി നിർത്തുമ്പോൾ ഗംഗാധരനും ലളിതയും സുനന്ദയും കൂടി വണ്ടിയിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. ഭാസ്കരൻ പറയാണ്, ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ട് ഈ പ്രശ്നം. ഇത് കേട്ട് ലളിത പറയണ, അതെ അതെ നിങ്ങൾ മിണ്ടാതെ പോകാൻ നോക്ക്. ഭാസ്കരൻ പറയുന്നു, വണ്ടി എടുക്കടോ, എല്ലാം നീ കാരണമാണെന്ന് പറഞ്ഞ് സുനന്ദയെ കുറ്റപ്പെടുത്തുകയാണ് ലളിതയും ഗംഗാധരനും. സുഭാഷ് പറയുന്നു, അച്ഛ നമ്മൾ വിളിച്ചിട്ടല്ലേ അവര് വന്നത്, അച്ഛനൊന്നും മിണ്ടാതിരുന്നൂടെ? അപ്പം ഭാസ്കരൻ പറയണ, ഞാൻ പറഞ്ഞതല്ലേ അവരാരെയും വിളിക്കേണ്ടെന്ന്, അവരൊക്കെ വന്നാലേ ശരിയാകില്ല, പറഞ്ഞ കേക്കണ്ടേ. സുധീഷ് പറയണ, ഹരീഷ് ആ ബ്രോക്കറെ ഒന്ന് വിളിച്ചേ. ബ്രോക്കറുടെ ഫോണിലേക്ക് വിളിക്കുന്ന ഹരീഷ് പറയണ, അയാള് ഫോൺ എടുക്കുന്നില്ല. ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുന്നു, എടുക്കില്ലവൻ, അയാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കിളിക്കൂട്ടിലേക്ക് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്